കുംഭമേളയിലെ ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് സ്നാനത്തിനായിട്ട് പോകുമ്പോൾ നിരവധി വഴിയോര കച്ചവടക്കാരെ നമുക്ക് രണ്ട് സൈഡിലും കാണാം. സ്ട്രീറ്റ് ഫുഡ്, പലതരം രുദ്രാക്ഷമാലകൾ, പൂജാദ്രവ്യങ്ങൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനു മുമ്പ് വേറെ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു സാധനം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വലിയ സിലിണ്ടറിൻ്റെ ആകൃതിയിൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു കിഴങ്ങ്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നത് എന്താണ് എന്ന് ആ കച്ചവടക്കാരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കന്തമൂൽ ഭൽ എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ കഷ്ണങ്ങൾ പേപ്പർ പോലെ കനം കുറച്ച് ത്രികോണാകൃതിയിൽ മുറിച്ച് അടുക്കിയടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങളും വാങ്ങി 4 എണ്ണം. ഒന്നിന് 5 രൂപയാണ് കേട്ടോ വില. അങ്ങനെ ആ ഒരു കിഴങ്ങ് മുഴുവൻ ചിലവാകുമ്പോഴേക്കും അയാൾ എത്ര രൂപ സമ്പാദിക്കുമെന്ന് ഞാൻ ഓർത്തു. ഒരു ചെറിയ കഷ്ണം ഞങ്ങൾ ഓരോരുത്തരും കഴിച്ചപ്പോഴേക്കും നമുക്ക് ശരിക്കും മതിയായി. അത് വായിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ നടന്ന് നീങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തത്. അപ്പോഴാണ് ഇവൻ ചില്ലറക്കാരനല്ല എന്നുള്ളത് മനസ്സിലായത്. ഈ ഒരു ഫലം വളരെ പ്രാധാന്യമുള്ള ഒന്നാണത്രേ. പണ്ട് കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി വനവാസകാലത്ത് പർണശാലയിൽ താമസിക്കുമ്പോൾ അവർ ആഹാരത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന വസ്തുവായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. ഇതല്പം കഴിച്ചാൽ തന്നെ നല്ല എനർജി തരുന്ന ഒന്നാണ്. ഇതത്ര കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നല്ലാത്രേ. ആദിവാസികൾ വഴി ഉൾവനങ്ങളിൽ നിന്നാണ് ഇത് ശേഖരിച്ച് നാട്ടിലെത്തുന്നത്. 10ൽ കൂടുതൽ വർഷമെടുക്കും ഇത് പൂർണ്ണമായിട്ട് വളർച്ചയെത്താൻ. ഇത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഉൾവനങ്ങളിലാണ് കണ്ടുവരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വളരെ റെയറായിട്ട് സ്ട്രീറ്റ് ഫുഡായി ഇത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട്. ഇത് മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിലാണ് അത്ര കൊടുക്കാറ്. ഞങ്ങൾക്ക് പക്ഷെ പ്ലെയിൻ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. എനിക്കിതൊരു പുതിയ അറിവായതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.